1000 വർഷങ്ങൾക്കപ്പുറത്ത് സ്പെയിനിലെ കൊർദോവ അഥവാ കൊർത്തുബ അറിവിന്റെയും സംസ്കാരത്തിന്റെയും കാര്യങ്ങളിൽ ബാഗ്ദാദിനെ വെല്ലുവിളിച്ചു. തെരുവീഥികളിൽ കൊർദോവ നഗരിയുടെ മഹത്വം ഇന്നും ഉറങ്ങിക്കിടക്കുന്നു. യൂറോപ്പ് ഇരുണ്ട യുഗത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത് കൊർദോവയായിരുന്നു ഭൂഖണ്ഡത്തിലെ സമൃദ്ധവും നവീനാശയങ്ങളുമുള്ള ഏക പ്രദേശം. അവിടെ തെരുവ് വിളക്കുകൾ ജ്വലിച്ചിരുന്നു. വിശാലമായ തെരുവീഥികളുണ്ടായിരുന്നു. ഗ്രന്ഥശേഖരങ്ങളുണ്ടായിരുന്നു. ആശുപത്രികളും കൊട്ടാരങ്ങളും പാഠശാലകളും ഉണ്ടായിരുന്നു. കൊർദോവ അറിവിന്റെ പ്രകാശത്തിന്റെ ഒരു അസാധാരണ പട്ടണം. 9ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലെ ഏറ്റവും വലിയ പട്ടണങ്ങളിലൊന്ന്. നഗരത്തെക്കുറിച്ചുള്ള ആവേശകരമായ വിവരണങ്ങളിൽ തുറസായ തെരുവീഥികളെക്കുറിച്ച്, ജലധാരകളെക്കുറിച്ച്, പ്രകാശഗോപുരങ്ങളെക്കുറിച്ച് പരാമർശങ്ങൾ കാണാം. ഇതേ കാലത്ത് യൂറോപ്പിലെ ഏതൊരു പട്ടണവും രാത്രി ഇരുട്ടിലായിരുന്നു. മധ്യകാല കൊർദോവയുടെ മാഹാത്മ്യം കുടികൊള്ളുന്ന കെട്ടിടം. പട്ടണത്തിന് മധ്യത്തിൽ ഇന്നൊരു റോമൻ കത്തോലിക്ക ചർച്ചായി ഉപയോഗിക്കുന്ന കെട്ടിടം. അതിന്റെ ചരിത്രം കുറിക്കുന്നത് ഇസ്ലാമിക സ്പെയിനിലെ ഏറ്റവും വലിയ ഒരു മസ്ജിദിൽ നിന്നാണ്. കൊർദോവയിലെ മസ്ജിദ് ഇന്നൊരു ക്രിസ്തീയ ദേവാലയമാണ്. സ്പെയിനിലെ ഏറ്റവും വലിയ പട്ടണത്തിലെ ഉന്നതമായ വാസ്തുശില്പ സമുച്ചയമാണ് കൊർദോവ മസ്ജിദ്. മിനാരത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ദൃശ്യം വശ്യസുന്ദരമാണ്. ഈ ജനസമൂഹത്തോട് ഉണരാൻ ഞങ്ങൾ പറഞ്ഞു. മുമ്പേ നടന്നുപോയവരുടെ ഉണർത്തുപാട്ടുകൾ ഇവരെ കേൾപ്പിച്ചു. ലോകം ഇരുണ്ടുകിടന്നൊരു ഭൂതകാലത്ത് സൂര്യശോഭയോട് ജ്വലിച്ചു നിന്ന ഇന്നലെകൾ ഞങ്ങൾ ഓർമ്മിപ്പിച്ചു. 2004 ഫെബ്രുവരി 13 വൈകിട്ട് MSFന്റെ അഭിമാനം തുടിക്കുന്ന ത്രിവർണ്ണ പതാക മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്തെ കൊർദോവ നഗരിയിൽ ഒരു സംസ്കാരത്തിന്റെ പുനർജനി പ്രതീക്ഷിച്ചെത്തിയ മന്ദമാരുതനിൽ പാറിക്കളിച്ചു. ഉത്തമ സമൂഹത്തിന്റെ വീണ്ടെടുപ്പിന് മനസ്സുറപ്പിച്ചെത്തിയ ആയിരങ്ങളെ സാക്ഷി നിർത്തി MSFന്റെ 3 ദിവസത്തെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു. كنتم خير أمة أخرجت للناس تأمرون بالمعروف وتنهون عن المنكر وتؤمنون بالله. നിർണയിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് സജ്ജമായ ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയാൻ എത്രമേലുണ്ട് എന്ന് ആരെയും വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു സംഘടനയാണ് MSF എന്നത് നമുക്കേറെ അഭിമാനകരമായ വസ്തുതയാണ്. ഉറുമാല് ധരിച്ച് മദ്രസയിൽ പോകുന്ന വിദ്യാർത്ഥികൾ ബിരുദധാരികളാവുകയും അവർ ഫാഷൻ കട്ട് ചെയ്ത് ഹെയർ സ്റ്റൈൽ മാറ്റുകയും ചെയ്തു കഴിഞ്ഞാൽ MSFൽ ആളുണ്ടാവില്ല എന്ന് പറഞ്ഞു നടന്നിരുന്നവർക്ക് ഏറ്റവും ശക്തമായ മറുപടിയാണ് എന്റെ മുമ്പിൽ ഈ വിശാലമായ പന്തലിരിക്കുന്ന 10,000-കണക്കിന് MSFന്റെ പ്രവർത്തകന്മാർ. മഹാനായ CH പറഞ്ഞതുപോലെ ഇത് ഭാവിക്ക് വേണ്ടി ഇട്ടിരിക്കുന്ന വിത്താണ്. ഈ രീതിയിലാണ് MSF വിദ്യാർത്ഥികളെ കാണുന്നത്. ക്യാമ്പസുകളെ കലുഷിതമാക്കുന്നതിന്റെ ആയുധമല്ല വിദ്യാർത്ഥികൾ. സമരരംഗത്തേക്ക് ഇറങ്ങുകയും ആക്രമണങ്ങൾ നടത്തുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യം MSFനില്ല എന്നത് MSFന്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേകമായ സ്ഥാപനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടല്ല MSF പ്രവർത്തകന്മാരെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വിശാലമായ എല്ലാ ക്യാമ്പസുകളിലും
സാന്നിധ്യം അറിയിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് MSF. നമ്മുടെ സമ്മേളനത്തിന് സാക്ഷികളാകാൻ എത്തിയിട്ടുള്ള എൻ്റെ മുമ്പിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, MSF സമ്മേളനത്തിലെ 3 ദിവസങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന പ്രതിനിധികളെ, എല്ലാവരെയും, പ്രിയങ്കരായ നാട്ടുകാരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. My brother and sisters in Islam, we are in the 21st century and we are facing a number of challenges. As Muslims, we have to be prepared to face these challenges as we have done in the days of Cordoba. These challenges come in many phases, be it capitalism, be it globalization, or be it war of terror and war against terror. The Quran told us, "O mankind, we have recreated you from a male and a female and have made you into nations and tribes for you to know one another. Truly, the noblest of you with God is the most devoted." The attack of 9/11 was an assault not just to one country, but it is emotionless indifference to the lives of innocent people from 80 countries around the world. It was an assault on the very bonds of humanity that unite us all. To respond to it effectively, we must be united. Terrorism does not originate from one country, and terrorism does not originate from one religion. Its practitioners are not based in one country, its victims are not found in one country, and therefore the response should not come from one country. കേരളീയ മുസ്ലിം വിദ്യാർത്ഥി ചരിത്രത്തിലെ ഒരു അവിസ്മരണീയ മുഹൂർത്തത്തിനാണ് നാം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. കാലത്തിന്റെ ഭീകരതകൾ മാത്രം പേറാൻ വിധിക്കപ്പെട്ട ഒരു ജനതയെ ചന്ദ്രക്കലയിലേക്ക് വിരൽ ചൂണ്ടി അഭിമാനകരമായ ആസ്തിക്യത്തിന്റെ നിറനില മുറ്റത്തേക്ക് വഴി നടത്തിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പുതിയ പിന്മുറക്കാർ തങ്ങളുടെ ഭാവി സമൂഹ ഭദ്രത കാത്തു സൂക്ഷിക്കുന്നതിനുള്ള പണിപ്പുര തീർത്തിരിക്കുകയാണ്. ഇവിടെ 21ാം നൂറ്റാണ്ടിലെ വിദ്യാർത്ഥിയെ പ്രചോദിപ്പിക്കുന്ന എന്തെല്ലാം സാമൂഹിക ഘടകങ്ങളാണ് ഇന്ന് അവന്റെ മുമ്പിലുള്ളത്. തന്റെ സാമൂഹിക പരാധീനതകളിൽ വേപത് കൊള്ളാതെ മത്സര പരീക്ഷകളെ മാത്രം ലക്ഷ്യമാക്കി പായുന്നതിനെ വിദ്യാർത്ഥിത്വം എന്ന് വിളിക്കാൻ സാധിക്കുമോ? ഒരു കാലത്ത് തീക്ഷ്ണമായ ചിന്തകളുടെ വിളനിലമായിരുന്ന, ഇന്ന് മനം മടുപ്പിക്കുന്ന നിഷ്ക്രിയത്വത്തിലേക്ക് വഴുതി വീണ നമ്മളുടെ ക്യാമ്പസിനെ സക്രിയമാക്കുന്നതിന് എന്തെല്ലാം മാർഗമാണ് അവർക്ക് മുമ്പിലുള്ളത്? സമുദ്രത്തിന്റെ അഗാധതയിൽ നീന്തി തുടിക്കുകയും ആകാശത്തിന്റെ നീലിമയിൽ പറന്നുല്ലസിക്കുകയും ചെയ്യുന്ന യൂറോപ്യരെ നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് കണ്ട് വിസ്മയം കൊള്ളുന്നവർ മാത്രമായി തീർന്നിരിക്കുന്നു നാം. പക്ഷെ ഈ പടിഞ്ഞാറ് അന്ധകാരത്തിലാണ്ട് കിടന്നിരുന്നപ്പോ അവർക്ക് മുമ്പിൽ വിജ്ഞാനത്തിന്റെയും കലയുടെയും സംസ്കാരത്തിന്റെയും വെള്ളി വെളിച്ചം വിതറിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്നാണ് MSFന്റെ ഈ സമ്മേളനം വിളിച്ചു പറയുന്നത്. താജ്മഹലിനേക്കാൾ സൗന്ദര്യവും ചെങ്കോട്ടയേക്കാൾ കരുത്തും കുത്തബ് മിനാറിനേക്കാൾ ഔന്നത്യവുമുള്ളതാണ് എന്റെ സമുദായം എന്ന് സ്വപ്നം കൊണ്ട മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിന്റെ പിന്മുറക്കാരോട് ഈ സമ്മേളനം വിളിച്ചു പറയുന്നത് താരിഖ് ഇബ്നു സയ്യാദാണ്. കൊർദോവയുടെ സ്പെയിനിന്റെ തീരത്ത് തന്റെ അനുചരന്മാരുമായി വലിയ ഒരു കപ്പലിൽ വിജനമായ ആ പ്രദേശത്ത് ഇറങ്ങിയത്. താരിഖ് ഇബ്നു സയ്യാദ് ഇറങ്ങുമ്പോൾ ജിബ്രാൾട്ടർ തുറമുഖത്ത് ജബലൽ താരിഖിൽ വിജനമായിരുന്നു, അപരിഷ്കൃതമായിരുന്നു. തീരെ തണഞ്ഞപ്പോൾ അനുചരന്മാരോട് താരിഖ് ഇബ്നു സയ്യാദ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കപ്പലിൽ മുഴുവൻ വിറകുകൾ നിരത്തിവെക്കുക. അതിനുശേഷം ആ കപ്പൽ കത്തിക്കുവാൻ താരിഖ് ഇബ്നു സയ്യാദ് ആഹ്വാനം ചെയ്തു. എന്നിട്ട് ആ വിജനമായ പ്രദേശത്ത് ലോകത്തിനു മുമ്പിൽ സൗരഭ്യം ചെരിഞ്ഞ പുതിയ ഒരു സാംസ്കാരിക ഉന്നതിക്ക് 700ാം നൂറ്റാണ്ടിൽ താരിഖ് ഇബ്നു സയ്യാദ് തുടക്കം കുറിച്ചു. ലോകത്തെ അത് പുഷ്കലമാക്കി. നമുക്ക് പുതിയ ഒരു സമൂഹം തീർക്കണം. വിജ്ഞാനത്തിൽ ഒരിക്കലും തന്നെ ദുർവ്യയമില്ല, അധികപ്പറ്റില്ല. എത്ര തന്നെ പഠിച്ചാലും മതി മതി എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഈ ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതാണ് പ്രവാചക തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പ്രഖ്യാപിച്ചു.
എന്നോട് നാഥൻ കൽപ്പിച്ചത് റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമിനെ, വിജ്ഞാനത്തെ നീ വർദ്ധിപ്പിച്ചു തരണമേ. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികളും അവരുടെ വിദ്യാർത്ഥി സംഘടനകളും അവരുടെ യുവജന സംഘടനകളുമൊക്കെ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ വെറുതെ സമയം കളയുമ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുട്ടികൾ ഈ പാടത്ത് ഇങ്ങനെ ഫലവത്തായ രീതിയിൽ സമയം കളയുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഫ്യൂഡൽ വ്യവസ്ഥിതിയും അതുപോലെ തന്നെ ചൂഷണങ്ങളും ഒക്കെ നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യന് ഒരു തരത്തിലുള്ള ശാസ്ത്രത്തിന്റെയും സാങ്കേതികത്തിന്റെയും പിന്തുണയില്ലാത്ത കാലത്ത്, വായിക്കാനും അറിയാനും കഴിയാതിരുന്ന കാലത്ത് ഒരു പക്ഷേ എല്ലാ ചൂഷണങ്ങൾക്കുമെതിരെ അന്തരീക്ഷത്തിൽ മുഷ്ടി ചുരുട്ടി ഇറങ്ങുക എന്നുള്ളത് പവിത്രമായിരുന്നു. പക്ഷേ ഇപ്പോ ആദ്യം മുഷ്ടി ചുരുട്ടുക, കാരണം പിന്നെ നോക്കാം എന്ന് പറയുന്ന ആ സാഹചര്യത്തിലുള്ള സമരവുമായി നടക്കുന്ന, പൊതുമുതൽ കല്ലെറിഞ്ഞ് നശിപ്പിക്കുന്ന, വെറുതെ തൊട്ടതിനൊക്കെ ഹർത്താൽ നടത്തുന്ന, അതിനൊന്നും ഇന്ന് അശേഷം ജനപിന്തുണയില്ല. അത് മാത്രം ശീലിച്ചു നടക്കുന്ന പ്രസ്ഥാനങ്ങളൊക്കെ കാലത്തിന്റെ യവനികൾക്കുള്ളിലേക്ക് വലിച്ചെറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവരുടെയൊക്കെ ഈ ഏർപ്പാടും കണ്ട് ചെറുപ്പക്കാർ എല്ലാ കാലത്തും നിൽക്കൂല്ല. അതുകൊണ്ട് ഈ സമൂഹത്തെ സമുദ്ധരിക്കുവാൻ ഇവിടുത്തെ നാനാജാതി മതസ്ഥരും ഇവിടുത്തെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ അണിനിരണം. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്താണ്. ഇവിടെ വേറൊരു വിധ ആളുകളുണ്ട്. അവരെ ധാരണ അവർ ഇന്ത്യ രാജ്യത്തല്ല ജീവിക്കുന്നതെന്നാ. വേറെ തരം ആളുകൾ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്കൊക്കെ എതിരായി യാതൊരു തരത്തിലുള്ള മുന്നും പിന്നും നോക്കാതെ ടെററിസം പ്രസംഗിച്ച് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. തീവ്രവാദം പ്രസംഗിച്ച ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. ഇവിടെ തീവ്രവാദം പ്രസംഗിച്ചാൽ ഫാസിസ്റ്റുകൾ നടത്തുന്ന പ്രചരണത്തിന് അവരെ സഹായിക്കാൻ മാത്രമേ തീവ്രവാദം കൊണ്ട് സാധിക്കുള്ളൂ. ഒരു ചരിത്രകാരൻ പറഞ്ഞത്, കൊർദോവ ജനവാസ കേന്ദ്രങ്ങളുടെ മകുടവും ഹൃദയങ്ങളുടെ കാമിതവും ഭക്തരുടെയും ധർമ്മിഷ്ഠരുടെയും വാസസ്ഥലവും വിജ്ഞാനത്തിന്റെ ഉറവിടവും ഇസ്ലാമിന്റെ ഗേഹവുമാണ്. ലോകമെമ്പാടുമുള്ള ബുദ്ധി ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. കൊർദോവയുടെ ചക്രവാളത്തിൽ നിന്നാണ് ലോകത്ത് നക്ഷത്രങ്ങൾ ഉദിക്കുന്നത്. MSFന്റെ ഈ കൊർദോവയിൽ നിന്നാണ് നാളെയുടെ ലോകത്തിന്റെ നക്ഷത്രങ്ങൾ ഉദിക്കാനിരിക്കുന്നത് എന്ന് അഭിമാനത്തോടുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ബുദ്ധിയുടെ കേന്ദ്രമായി വർത്തിച്ച കൊർദോവയെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ മസ്തിഷ്കങ്ങളെ ഉദ്ദീപിപ്പിച്ച് സമൂഹത്തിന്റെ പുനഃസൃഷ്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടവും പ്രതിരോധവും തുടരണം എന്ന് MSFന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ന്യൂനപക്ഷ സമൂഹത്തിന്റെ അനിവാര്യമായ ആവശ്യങ്ങളെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് ന്യായമായി ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുമ്പോൾ അതിനെയെല്ലാം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കരിങ്കൊടിയിലൂടെയും മുഷ്ടി ചുരുട്ടിയുള്ള മുദ്രാവാക്യങ്ങളിലൂടെയും വഴിതടയിലൂടെയും ഒരു സമൂഹത്തിന്റെ പ്രയാണത്തെ തകർക്കാൻ കഴിയും എന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരാണ് എന്നവർ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ സംഘടന മുസ്ലിം ലീഗ് തീരുമാനം എന്താണോ അത് ശിരസാ വഹിച്ചുകൊണ്ട് MSFന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇന്ന് മുന്നേറുകയാണ്. ഈ മുന്നേറ്റം സജീവത കൂടുതൽ ഫലവത്തായി തീരണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ എന്ത് സംഭവിച്ചാലും ആര് തന്നെ എത്രമാത്രം പ്രതിഷേധവും ഉയർത്തിയാലും ഒരു യാഥാർത്ഥ്യമുണ്ട്. ആ യാഥാർത്ഥ്യത്തിന് പുറകോട്ട് പോകാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തയ്യാറല്ല. ഉത്തമ സമൂഹത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഈ മഹൽ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്ന MSFന്റെ സംസ്ഥാന കമ്മിറ്റിയെ ഞാൻ ആത്മാർത്ഥമായി അനുമോദിക്കുന്നു. സമൂഹത്തിന്റെ നാനാമുഖമായ പ്രവർത്തനങ്ങൾക്കും അവരുടെ സംരക്ഷണത്തിനും സമൂഹത്തിന്റെ സംഘടിത ശക്തിയായ മുസ്ലിം ലീഗിന്റെ വേണ്ടിയുള്ള സേവനത്തിനും വേണ്ടി നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനം യഥാർത്ഥ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി സമുദായത്തെയും സംഘടനയും സേവിക്കാൻ
നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് ഞാൻ അല്പാർത്ഥമായി ആശംസിക്കുന്നു. ഇവിടെ ഉയർന്നു വരുന്ന ചിന്തകളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൽ പകർത്തുന്നതിനും നിങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ സമ്മേളനത്തിൽ സംബന്ധിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കായ നമ്മുടെ പ്രവർത്തകന്മാർക്ക് പകർന്നു കൊടുക്കുന്നതിനും സമൂഹത്തെ വിദ്യാസമ്പന്നമായ ഒരു സമൂഹമാക്കി മാറ്റാൻ പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കേണ്ട നമ്മുടെ കണ്ണു തുറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ രാത്രി ഒരുപാട് നേരം നിന്ന് നമസ്കരിച്ചാലും, ഒരുപാട് സദക്ക കൊടുത്താലും, ഒരുപാട് അല്ലാഹുവിനെ ഇബാദത്ത് എടുത്താലും ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് പോലും കരകതമാക്കാൻ കഴിയാത്ത കാലം, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ ഈമാൻ വെച്ച് നിൽക്കുകയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയാണെങ്കിൽ, നന്മയുടെ മാർഗം പ്രോത്സാഹിപ്പിക്കുകയും തിന്മയുടെ മാർഗം വർജിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഇന്ന് ലോകത്തെ ചുട്ടു ചാമ്പലാക്കാൻ കഴിയുന്ന ആയുധപ്പുരകൾ വെച്ച് നിൽക്കുന്ന ആളുകൾ അവരുടെ വിരൽ എപ്പോഴാണ് അമരാൻ പോകുന്നത് എന്ന് ലോകം കാത്തു നിൽക്കുകയാണ്. അപ്പൊ വിജ്ഞാനം, ആ വിജ്ഞാനം തന്നെ ഉത്തമ സമൂഹത്തിന്റെ വിജ്ഞാനം എങ്ങനെയാകണം? ധാർമ്മികതയില്ലാത്ത വിജ്ഞാനം വന്നതുകൊണ്ട് കാര്യമില്ല. ഉത്തമ സമൂഹത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ചർച്ച ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ മുമ്പിൽ വിജ്ഞാനത്തിന് ഗസാലി ഇമാം പറഞ്ഞ നിർവചനം നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗസാലി ഇമാം പറഞ്ഞു, ഈ ലോകത്തെക്കാൾ മഹത്തരം പരലോകമാണെന്ന അവബോധമാണ് ഇൽമ് എന്നാണ് ഗസാലി ഇമാം പറഞ്ഞത്. വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നിങ്ങൾക്ക് ഡിഗ്രി കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിട്ട് കാര്യമില്ല, നിങ്ങൾ IT റവല്യൂഷന്റെ വക്താക്കളായിട്ട് കാര്യമില്ല. ഇഹലോകത്തെക്കാൾ വലുത് പരലോകമാണെന്ന അവബോധം നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിജ്ഞാനം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാകും, അത് നാശമുണ്ടാക്കുമെന്നാണ് സമൂഹകാല സത്യങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ. വിജ്ഞാനം വിശ്വാസിയുടെ വീണുപോയ സ്വത്താണ്. എവിടെ കണ്ടാലും പെറുക്കിയെടുക്കാം. അവർ കാണുന്ന വാതിലിനെല്ലാം തന്നെ മുട്ടിയപ്പോൾ വാതിൽ തുറന്നു. ആ വിജ്ഞാനങ്ങളെല്ലാം തന്നെ അവർ ശേഖരിക്കാൻ തുടങ്ങി. ഖലീഫ അൽ മാമൂൻ ചാൾസ് ചക്രവർത്തിയുമായി കൊണ്ട് യുദ്ധം പ്രഖ്യാപിച്ചു. യുദ്ധത്തിന്റെ കാരണം എന്താണ്? കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെ ബന്ദികളാക്കിയിരിക്കുന്നു. ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരണം. ഇതിനു വേണ്ടിയായിരുന്നു അദ്ദേഹം ഒരു പോരാട്ടം തന്നെ സംഘടിപ്പിച്ചത്. ഖലീഫ അൽ മാമൂന്റെ പട്ടാളക്കാർ ഇവിടെ വന്നു. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചു. ഇതിന്റെ എല്ലാം പിറകിലുണ്ടായിരുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ധാരാളം പ്രാചീന യവന ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ പുറത്തു കാണിക്കാതെ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം. പ്രാചീന വിജ്ഞാനം സൂക്ഷിക്കണം. അതിൽ നിന്നും മൗലികമായ ആശയങ്ങൾ കണ്ടുപിടിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിട്ട് അത് വികസിപ്പിക്കണം. ഇതായിരുന്നു മുസ്ലിം നേതാക്കന്മാരുടെ ആഗ്രഹം. ഇതിനു വേണ്ടിയുള്ള പശ്ചാത്തലം അവർ ഒരുക്കുകയായിരുന്നു. ഇതെല്ലാം തന്നെ കുർത്തുബായിൽ. അങ്ങനെ നോക്കുമ്പോൾ 4 ലക്ഷത്തോളം ഗ്രന്ഥമടങ്ങിയ വലിയൊരു ലൈബ്രറി അന്ന് യൂറോപ്പിൽ പ്രൗഢി പരത്തിക്കൊണ്ട് നിലനിന്നത് എവിടെയായിരുന്നു? കോർദോവയിലായിരുന്നു. ആ കോർദോവയുടെ പ്രൗഢി പരത്തുന്ന ഈ കമാനങ്ങളും ഗേറ്റും ഒക്കെയാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞത്. വാസ്തവത്തിൽ അവിടുത്തെ പ്രൗഢി പരത്തുന്ന ഏറ്റവും വലുതായിരുന്നു അവിടുത്തെ ജുമാഅത്ത് പള്ളി. നിത്യവും രാത്രി 7000 വിളക്കുകൾ അന്ന് അവിടെ കത്തിക്കപ്പെട്ടിരുന്നു. ഇതുപോലെയുള്ളൊരു ദേവാലയമോ ഒരു കെട്ടിടമോ യൂറോപ്പിന്റെ ഒരു ഭാഗത്തും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അതിന്റെ ഹൗല് തന്നെ അന്ന് വളരെ കൗതുകരമായിരുന്നു. ഇപ്പോൾ ശില്പകലയും നിർമ്മാണകലയും വളർന്ന ഈ കാലഘട്ടത്തിൽ നമുക്കതൊന്നും വലിയ കൗതുകമായി തോന്നില്ല. വിശാലമായ ഒരു ജലസംഭരണി, അതിന്റെ മേൽഭാഗത്തൊരു ടെറസിന്റെ മുകളിൽ 6 ഫീറ്റ് ഉയരത്തിൽ മണ്ണിട്ടുകൊണ്ട് ഒരു മനോഹരമായ പൂങ്കാവനം. ഹൗലിന്റെ മുകളിൽ ഒരു മേൽത്തട്ടിന്റെ മുകളിൽ മണ്ണിട്ട് കൊണ്ടിട്ട് മനോഹരമായ ഒരു പൂങ്കാവനം. 8-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലുമല്ല. ഇതൊരു അത്ഭുതമായിരുന്നു. ഇന്ന് നമുക്ക് ഇത് കേൾക്കുമ്പോൾ അത്ര കൗതുകമൊന്നും തോന്നില്ല. ഇത് കാണാൻ വേണ്ടി നിരന്തരം ആളുകൾ വന്നിരുന്നു. ആളുകളും കലാകാരന്മാരും ചിത്രം വരച്ചു കൊണ്ടുപോകാൻ അവിടെ ധാരാളം എത്തിച്ചേർന്നിരുന്നു. എന്തിനു കോർദോവയിലേക്ക് വരണം? അവിടെയാണ് സംഗീതജ്ഞരുള്ളത്, മഹാകവികളുള്ളത്, മഹാപണ്ഡിതന്മാരുള്ളത്.
ലൈബ്രറി ഉള്ളത്, യൂണിവേഴ്സിറ്റി ഉള്ളത്. എത്രത്തോളം പോപ്പ് രണ്ടാമൻ സിൽബസ്റ്റൻ അദ്ദേഹം പഠിച്ചത് കോർഡോവ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഇസ്ലാം ഉള്ളതുകൊണ്ടാണ് നാം പ്രതാപശാലികളായത്, മുസ്ലിങ്ങളായതുകൊണ്ടാണ് നാം ഇസ്സത്തുള്ളവരായി തീർന്നത്. ഇസ്ലാമല്ലാത്ത മാർഗത്തിലൂടെയാണ് പുരോഗതി, പ്രതാപം, ഉയർച്ച. പുരോഗതി എന്നെല്ലാം നാം ആഗ്രഹിച്ച് ഇസ്ലാമല്ലാത്ത മാർഗത്തിനെയാണ് നാം അവലംബിക്കുന്നതെങ്കിൽ അന്ന് അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കി കളയും. അള്ളാഹു താല അന്ന് നമ്മളെ നിന്ദ്യരാക്കി കളയും. നാം ഇസ്ലാമല്ലാത്ത പാതയിൽ നിന്ന് വ്യതിചലിച്ച് നമ്മുടെ അഭിമാനവും നമ്മുടെ പ്രൗഢിയും ഈ മഹിതമായ സംസ്കാരമാണെന്നുള്ള ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിട്ട് മറ്റൊന്നിലേക്ക് നീങ്ങുകയാണ് പുരോഗമനത്തിന്റെ പേരിൽ, പുരോഗതിയുടെ പേരിൽ, പരിഷ്കാരത്തിന്റെ പേരിലെങ്കിൽ അന്ന് അള്ളാഹു താല നമ്മളെ നിന്ദ്യരാക്കി കളയും. ലോകത്ത് നമുക്ക് ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിയുകയില്ല എന്ന് ഹസ്രത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വളരെ ശരിയായിരുന്നു. 1492 ആണ്ടിൽ കോർഡോവ പപ്പടം പൊടിയാകുന്നത് പോലെയായി തകർന്നു. സ്പെയിൻ വിശാലമായി 800 വർഷത്തോളം യൂറോപ്പിന് അറിവിന്റെ ദിശ നിർണയിച്ചു കൊടുത്ത, ജീവിത ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്ത ഒരു മഹത്തായ രാഷ്ട്രം വാസ്തവത്തിൽ അതാ തകർന്നു പോകുന്നു. അതിന്റെ അനുയായികൾ ആഫ്രിക്കൻ കാടുകളിലേക്ക് ഓടിപ്പോകുന്നു. സുൽത്താൻമാർ നാടുവിടേണ്ടി വരുന്നു. ചിലരെല്ലാം തന്നെ മരുഭൂമിയിലേക്ക് പോകുന്നു. ചുരുക്കം പറഞ്ഞാൽ വേദനിക്കുന്ന രംഗം. മിഹ്റാബുകളിലേക്ക് നോക്കിയാൽ പൊട്ടിക്കരഞ്ഞു പോകും, മിമ്പറിലേക്ക് നോക്കിയാൽ പൊട്ടിക്കളഞ്ഞു പോകും. അവ നിർജീവ വസ്തുവാണ്. എങ്കിലും നാം അത് നോക്കുമ്പോൾ മിഹ്റാബ് കരയുന്നു, മിമ്പർ കരയുന്നു. മിമ്പറിൽ കയറിയിരുന്ന് ഇസ്ലാമിന്റെ ചൂടുള്ള ഒരു പ്രസംഗം നൽകാൻ പറ്റുന്ന പ്രഗത്ഭർ ഇവിടെ ഇല്ലല്ലോ എന്നോർത്തുകൊണ്ടിട്ട് ഈ രംഗം ചിന്തിച്ചാൽ ഇതെല്ലാം ഓർക്കുമ്പോൾ ഏതൊരു മനസ്സാണ് പൊട്ടാതിരിക്കുക, ഏതൊരു ഹൃദയമാണ് തളരാതിരിക്കുക? കാരണം ഈമാനും ഇസ്ലാമും മനസ്സിലുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞു പോകും. അത്രയും വലിയ വേദനിക്കുന്ന രംഗം. ഈ കുർത്തുബായിലെ ലൈബ്രറിയിലെ കിതാബുകൾ മുഴുവനും ചുട്ടരിച്ചു. പിൻകാല ചരിത്രകാരന്മാർക്ക് മുസ്ലിമീങ്ങളുടെ സംഭാവനകൾ അറിയരുതെന്നുള്ള ഈ ദുഷ്ടചിന്തയുടെ ദുഷ്ടലാക്കിന്റെ ഫലമായി കൊണ്ട് കിതാബുകളെല്ലാം തന്നെ കത്തിച്ചു. വിജ്ഞാനം പൊതുസ്വത്തല്ലേ, അതുകൂടി ചിന്തിച്ചില്ല. എല്ലാം തന്നെ അങ്ങ് ചുട്ടുകരിച്ച ആ ഗ്രന്ഥങ്ങൾ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ചെങ്കടലിന് കുറുകെ പാലം കെട്ടാൻ മതിയാകുമായിരുന്നു എന്ന് ഒരു പടിഞ്ഞാറുകാരനായ ചരിത്രകാരൻ ഹിറ്റി അറബികളുടെ ചരിത്രത്തിൽ അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ആ കിതാബുകളെല്ലാം ഇന്നുണ്ടായിരുന്നുവെങ്കിൽ ചെങ്കടലിന് കുറുകെ പാലം കെട്ടാൻ മതിയാകുമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം ഇക്ബാൽ ആ പട്ടണം കാണാൻ പോയ രംഗം തന്റെ മക്തൂബാത്തിൽ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ഇക്ബാൽ തന്റെ കവിതയിലെല്ലാം തന്റെ ഹറം 3 എണ്ണമാണ്. സാധാരണ ഹറം ഇസ്ലാമിക പ്രമാണങ്ങൾ 3 എണ്ണമാണ്. മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. ഈ 3 ഹറമുകളാണ്. പക്ഷേ ഇക്ബാൽ തന്റെ ആലങ്കാരികമായ ഭാഷയിൽ ഒരു ഹറമിനെ പറ്റി പറയും, അത് കോർഡോവയാണ്, കുർത്തുബ നഗരം. അതും പവിത്രമായ ഹറമാണ് എന്ന്. പക്ഷേ അതിന്റെ സ്ഥിതിയാണ് ഇങ്ങനെയായി തീർന്നത്. അദ്ദേഹം ആ നാട് കാണാൻ വേണ്ടി പാശ്ചാത്യ യൂറോപ്യൻ നാടുകളുടെ പര്യടന വേളയിൽ അദ്ദേഹം അവിടെയും എത്തി. ആസാറെ ഖദീമ, മുസ്ലിമീങ്ങൾ വിട്ടേച്ചുപോയ ചരിത്ര പാരമ്പര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ അങ്ങനെ പള്ളിയുടെ മുറ്റത്തെത്തി. നീണ്ടുയർന്നു നിൽക്കുന്ന ഖലീഫ അബ്ദുറഹ്മാൻ 1-മൻ, 2-മൻ, 3-മൻ ഖലീഫ അൽ ഹക്കം, ഇവരെല്ലാവരും അവരുടെ ഭരണകാലത്ത് മോടി പിടിപ്പിച്ച് പ്രൗഢിയുടെ പ്രതീകമായി ഉയർത്തി നിർത്തിയ ആ പള്ളി ചർച്ചായി മാറിയ വേദനയോടുകൂടിയാണ് ഇക്ബാൽ പള്ളി മുറ്റത്തെത്തിയത്. പക്ഷേ പള്ളിയുടെ മുന്നിൽ ലോഹ ധരിച്ച നല്ല സഹൃദയനായ ഒരു പുരോഹിതനെയാണ്. ഒരു കയ്യിൽ കുരിശും പിടിച്ചുകൊണ്ട് അദ്ദേഹം നിൽക്കുന്നു. ഇക്ബാൽ തന്റെ ശൈലിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങളുടെ ഒരു മൗലാനയല്ലേ ഇവിടെ വേണ്ടത്, മൗലവിയല്ലേ വേണ്ടത്, നിങ്ങളാണോ ഇവിടെ വരേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇക്ബാലിനെ ഉത്തരം മുട്ടിച്ചു കളഞ്ഞു. ഇക്ബാൽ, നിങ്ങൾ എന്താണ് ചോദിക്കുന്നത്? നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ പോയ കാലത്തെ പ്രൗഢമായ പാരമ്പര്യമാണിത്. അവരിതെല്ലാം വിട്ടേച്ചുപോയി. മക്കളാകുന്ന നിങ്ങൾക്കത് പരിരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു. ഞങ്ങളും അവിടെ പ്രാർത്ഥന നടത്തുന്നുണ്ട്. സൺഡേ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ആളുകൾ കൂടുതലാണ്. ഞായറാഴ്ച ദിവസം
കുമ്പസാരവും കുർബാനയുമെല്ലാം തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സന്തുഷ്ടരാകുക. ഇക്ബാൽ പിന്നീടൊന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം ചോദിച്ചു, ഇതൊരു പള്ളിയാണല്ലോ, പള്ളിക്ക് വേണ്ടിയല്ലേ അസ്ഥിവാരമിട്ടത്? എന്റെ കാഴ്ചയിൽ, എന്റെ സങ്കല്പത്തിൽ 7-ാം ആകാശം വരെ പള്ളിയുടെ നിയമത്തിലാണ്, പള്ളിയുടെ ഹുക്കുമിലാണ്. അതുകൊണ്ട് എന്റെ പ്രവാചകന്റെ ഒരു നിർദ്ദേശമുണ്ട്, പള്ളിയിൽ ചെന്നാൽ 2 റക്അത്ത് പള്ളിക്ക് അഭിവാദനമായിക്കൊണ്ട് തഹിയ്യത്തായിക്കൊണ്ട് നമസ്കരിക്കണമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഫാദർ, നിങ്ങൾ എന്നെ അതിനൊന്ന് അനുവദിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് സന്തുഷ്ടനായി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇക്ബാൽ സമ്മതിക്കാം. ഉടനെ ഇക്ബാലിന്റെ വുളു എടുക്കാൻ വെള്ളമെത്തി. ഇക്ബാൽ വുളു എടുത്തു, പള്ളിയിൽ നമസ്കരിക്കാനുള്ള മുസല്ല കൊണ്ടുവന്ന് ഇക്ബാലിനോടൊന്നിച്ചു അദ്ദേഹവും അകത്തേക്ക് കയറി. അങ്ങനെ ഇക്ബാൽ പള്ളിയുടെ അകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു കാലത്ത് നിങ്ങൾക്കെല്ലാം തന്നെ ഈ പള്ളിയിൽ കയറാൻ ആരുടെയും സമ്മതം വേണ്ട, നിങ്ങൾക്ക് കയറി ചെല്ലാം. ഇന്നിപ്പോൾ ഒരു നസ്രാനി പുരോഹിതനായ എന്റെ സമ്മതത്തിന് വേണ്ടി നിങ്ങൾ പള്ളിയുടെ പുറത്ത് കാത്തുനിന്നല്ലോ, ഇത് നിങ്ങൾ ഓർക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഇക്ബാൽ പറഞ്ഞു, കരയാൻ കണ്ണിൽ കണ്ണീരില്ല, കണ്ണീരില്ലാത്ത ഇവനെ നിങ്ങൾ എന്തിനു വേണ്ടി കരയിക്കണമെന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം നമസ്കാരത്തിൽ പ്രവേശിച്ചു. നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ഇരുന്നപ്പോൾ മിഹ്റാബിന്റെ ഭാഗത്തേക്ക് നോക്കി. മിഹ്റാബിൽ മേൽ എഴുതി വെച്ചിരിക്കുന്ന സ്വർണ്ണ ലിപികളാൽ വളരെ കൗതുകരമായി കലാപരമായി എഴുതി വെച്ചിരിക്കുന്ന ഖുർആൻ വചനം വാസ്തവത്തിൽ പള്ളി പിടിച്ചടക്കിയവർ അത് മായ്ച്ചിരുന്നില്ല, അത് തേച്ചു മാച്ചു കളഞ്ഞിരുന്നില്ല. കാരണം അത് കലാപരമായിരുന്നു. അതുകൊണ്ട് അതങ്ങ് നിലനിർത്തുകയുണ്ടായി. എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ് അവിടെ എഴുതി വെച്ചിരുന്നത്. ഇക്ബാൽ ഈ ആയത്തുകൾ അങ്ങ് വായിച്ചുകൊണ്ട് കുറെ നേരം കരഞ്ഞു. നിശ്ചയമായും അല്ലാഹുവിന്റെ പള്ളി സംരക്ഷിക്കുക, പ്രൗഢമായ ഈ ദേവാലയം സംരക്ഷിക്കുക ഈമാനുള്ളവർ മാത്രമാണ്. വിശ്വാസത്തിന്റെ കരുത്തുള്ളവർക്ക് പള്ളി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. നമസ്കരിക്കുന്നവർക്കാണ് പള്ളി സംരക്ഷിക്കാൻ കഴിയുക. പള്ളി പരിപാലിക്കുന്നവർ നമസ്കരിക്കുന്നവരാണ്, പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, അന്ത്യ ദിനത്തിൽ വിശ്വസിക്കുന്നവരാണ്. എതിരാളികളുടെ പ്രലോഭനത്തിന്റെ മുമ്പിൽ കാലിടറാത്ത അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർക്ക് പള്ളി സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ആയത്ത് അദ്ദേഹം ഓതുകയുണ്ടായി, അദ്ദേഹം വായിക്കുകയുണ്ടായി. ഉടനെ അദ്ദേഹം എഴുന്നേറ്റ് പള്ളിയുടെ പുറത്തേക്ക് തിരികെ ഇറങ്ങിയപ്പോൾ താൻ ധരിച്ച കറുത്ത പാന്റിന്റെ ഉള്ളിൽ തിരികെ വെച്ച ടവൽ അദ്ദേഹം വലിച്ചൂരിയെടുത്ത് കണ്ണുകൾ തുടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇക്ബാൽ വന്നു എന്ന് കേട്ട് അവിടുന്നും ഇവിടുന്നുമെല്ലാം ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. അദ്ദേഹം അവരുടെ മുമ്പിൽ വെച്ചു. അവരെല്ലാം ഇക്ബാലിനെ കണ്ടപ്പോൾ കരഞ്ഞപ്പോൾ ഇക്ബാൽ അന്ന് അവരോട് ചോദിച്ചു, അയേ ഗുലിസ്ഥാനോ അല്ലയോ സ്പെയിനാകുന്ന പൂങ്കാവനമേ, അല്ലയോ സ്പെയിനാകുന്ന ആരാമമേ, നിന്റെ വൃക്ഷശിഖരത്തിൽ ഞങ്ങളാകുന്ന കുയിലുകൾ കൂടുകെട്ടി ഇസ്ലാമിന്റെ സുന്ദര ഗീതങ്ങൾ ലോകത്തിന് കേൾപ്പിച്ച ആ നല്ല നാളുകൾ നിനക്ക് ഓർമ്മയുണ്ടോ? കോർദോവയിലെ പൂങ്കാവനത്തിൽ റുസാഫ എന്നൊരു പൂങ്കാവനം ഖലീഫ ഭരണാധികാരി അബ്ദുറഹ്മാൻ മൂന്നാമൻ വെച്ചുപിടിപ്പിക്കുകയുണ്ടായി. യൂറോപ്പിൽ അതുപോലെയുള്ള ഒരു പൂങ്കാവനം ഉണ്ടായിരുന്നില്ല. തട്ടായി കൊണ്ടാണ് പൂങ്കാവനം കാണാൻ വരുന്നവർ ഒരു വലിയ മലയിലേക്കാണ് കയറിപ്പോകുന്നെന്ന് തോന്നുന്നു. ഓരോ തട്ടുകളിലും വിവിധമായ ചെടികൾ പല രാട്ടങ്ങളിൽ നിന്നും കൊണ്ടുവന്നുകൊണ്ട് പട്ടണത്തിന്റെ പ്രൗഢിയായിക്കൊണ്ട് അദ്ദേഹം ഒരു പൂങ്കാവനം നിർമ്മിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ആ പൂങ്കാവനം എല്ലാവരെയും ആകർഷിക്കുന്നതാണ്. ഇക്ബാൽ ചോദിക്കുന്നു, അയേ ഗുലിസ്ഥാന ബുന്ദുലൂർ, അല്ലയോ കോർദോവ നഗരത്തിലെ പൂങ്കാവനമേ, നിനക്ക് ഓർമ്മയുണ്ടോ? നിന്റെ വൃക്ഷശിഖരങ്ങളിൽ യാത് തുജുക്കൂത്ത നിനക്ക് ഓർമ്മയുണ്ടോ? തെരിഡാലിയോ മജബ് അഷിയാൻ ഹമാര, ഞങ്ങളാകുന്ന കുയിലുകൾ ഇസ്ലാമിന്റെ സുന്ദരമായ സംസ്കൃതിയുള്ള ഗീതം ലോകത്തിന് കേൾപ്പിച്ച നല്ല ദിനം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന്. ഈ പ്രൗഢമായ ഈ പ്രോജ്വലിക്കുന്ന സന്ദേശങ്ങൾ വഹിക്കാനാണ്, ആ സന്ദേശങ്ങൾ ഇനി വരും തലമുറക്ക് കൈമാറാനാണ് നിങ്ങൾ 2-3 നാളുകൾ ഇവിടെ കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്നത്. ഇതിലൂടെ നിങ്ങൾ ആവേശം പകരണം. കാരണം കോർദോവ നഗരം ലോകത്തിന് യൂറോപ്പിന് നേതൃത്വം നൽകി. പെയ്തിറങ്ങി കോർദോവ തേങ്ങി, കണ്ണീർ മഴ പെയ്തിറങ്ങി കോർദോവ
പ്രതാപത്തിൻ നൊമ്പരം പേറുന്ന പള്ളിമീനാരങ്ങൾ തേങ്ങി, പള്ളിമീനാരങ്ങൾ തേങ്ങി, കണ്ണീർ മഴ പെയ്തിറങ്ങി, കൊർദോവ തേങ്ങി. രാപ്പാടികൾ കൂടുകൂട്ടിയില്ലേ നിന്റെ ഒലിവില ചില്ലകളിൽ, രാപ്പാടികൾ കൂടുകൂട്ടിയില്ലേ നിന്റെ ഒലിവില ചില്ലകളിൽ. കൊർദോവ ഒരു പ്രകാശഗോപുരമാണ്. അദൃശ്യലോകത്തു നിന്ന് ആത്മീയ മാർഗം ലഭിച്ച മാനദണ്ഡങ്ങളെ അറിവിനാധാരമാക്കിയ സർവകലാശാല. വിനയവും സ്നേഹവും ദൈവബോധവുമായി വളരുന്ന വിദ്യയാൽ സമ്പന്നമായിരുന്ന വിജ്ഞാന കേന്ദ്രം. ഗ്രീസ്, പേർഷ്യ, ഇന്ത്യ, ആഫ്രിക്ക തുടങ്ങി വിദൂരതകളിലെ പണ്ഡിതന്മാരുടെ സംഗമസ്ഥാനം. കിഴക്കും പടിഞ്ഞാറും പ്രദാനം ചെയ്ത വിജ്ഞാനമാകെയും സ്വായത്തമാക്കാൻ വെമ്പൽ കൊണ്ട വിദ്യാനഗരി. സോക്രട്ടീസും പൈത്തഗോറസും അരിസ്റ്റോട്ടിലും പ്ലാറ്റോയും അറബിയിലൂടെ പുനർജനിച്ച വിദ്യാനികേതനം. യൂറോപ്യൻ അക്കാദമികൾക്ക് അനുകരണീയമായി തീർന്ന വിദ്യാലയ ഘടനകൾ രൂപപ്പെടുത്തിയ യൂണിവേഴ്സിറ്റി. ആരാധനാലയങ്ങൾ ഗ്രന്ഥാലയങ്ങളായി തീർന്ന പുസ്തകപ്രേമത്തിന്റെ ഇതിഹാസം. ലോകത്തിന്റെ ഇരുണ്ട വനസ്ഥലികളിലേക്ക് വെട്ടം വിതറിയ വിളക്കുമാടം. അറിവ് ആത്മീയവും ഭൗതികവുമെന്ന രണ്ട് വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കൊർദോവയുടെ പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണം. നിങ്ങൾ ക്ഷമാപൂർവം ഈ കാലതാമസം പുറത്തു എന്നും ഉള്ളത് നിങ്ങളുടെ ഒരു മഹനീയ സംസ്കാരത്തിൻ്റെ ലക്ഷണമാണ്. സാധാരണയായി ഇത്ര വലിയ സദസ്സ് സംസ്കാരപൂർണമായി പ്രവർത്തിക്കുവാൻ സാധിക്കാതെ കണ്ട് അക്രമങ്ങൾ നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ ചർച്ചാ വിഷയം അറിവിനെ പറ്റിയുള്ളതാണ്. അറിവിനെ പറ്റിയുള്ള ഒരു ഗവേഷണ പ്രബന്ധം അവതരിപ്പിക്കുവാൻ വേണ്ടിയല്ല നിങ്ങളിവിടെ ശ്രദ്ധിച്ചു കൂടിയിരിക്കുന്നത്. നിങ്ങളിവിടെ കൂടിയിരിക്കുന്നത് അറിവിൻ്റെ സൽഫലങ്ങൾ ജീവിതത്തിൽ എങ്ങനെ സാധാരണ കർമ്മങ്ങളിലൂടെ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രായോഗിക പരീക്ഷണം വിജയപ്രദമാക്കാനാണ്. നമ്മുടെ എല്ലാ അറിവും ഉത്ഭവിക്കുന്നത് ശ്രേഷ്ഠമായ മനസ്സിൻ്റെ ഔന്നത്യങ്ങളിൽ വെച്ചാണ്. പക്ഷേ അത് ചെന്ന് അവസാനിക്കുന്നത് കർമ്മരാഹിത്യത്തിൻ്റെ മരുഭൂമികളിലായി പോകുന്നു. അത് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനത്തിൻ്റെ കടമയെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ MSF വാർഷിക സമ്മേളനം നടത്തുമ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ഞാൻ കരുതിയതിലേറെ ദീർഘകാല ചരിത്രമുള്ള ഒരു സംഘടനയാണ് ഈ യുവാക്കളുടെ ഈ സംഘടന, മുസ്ലിം വിദ്യാർത്ഥികളുടെ ഈ സംഘടന. ഒരു വിദ്യാർത്ഥിയുടെ പ്രായം 25 കഴിയുമ്പോൾ അവസാനിക്കുന്നതാണെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനയുടെ പ്രായം 70 ആയിരിക്കുന്നു എന്നുള്ളത് ഒരു ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച കാലത്തിൻ്റെ ചുറ്റുപാടുമായിട്ടാണ് MSF ഉണ്ടാകുന്നത് എന്ന് ഈ കാലനിശ്ചയം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടായിരിക്കും.
ആ കാലഘട്ടത്തിൽ ഈ കേരളം അതിൻ്റെ എല്ലാ കണ്ണുകളും മുകളിലോട്ട് ഉയർത്തിയ കാലഘട്ടമായിരുന്നു. ജീവിതത്തിലൊരു മഹാപ്രയാണമുണ്ട്. ആ പ്രയാണം എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളതാണ് ആ പ്രയാണത്തിൻ്റെ സത്യത്തെ ഉറപ്പിക്കുന്ന അന്വേഷണത്തിൻ്റെ സാരം. അതാണ് ജീവിതത്തിലെ ഈ പ്രയാണം. വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടിലേക്കായി പോയ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഞാൻ ഇതിനെ പ്രതിഷേധിക്കുന്നു എന്നിവിടെ കൂടിയ ഓരോ വിദ്യാർത്ഥിയും പറയുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ വിദ്യാഭ്യാസത്തിന് പൂർത്തിയും ശുദ്ധിയും ഉണ്ടാകുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും. മതങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് മനുഷ്യവർഗങ്ങൾ തമ്മിലുള്ള സമാഗമത്തിന്റെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്നു. അറേബ്യയിൽ മഹാനായ തിരുമേനി വരുന്ന നബി തിരുമേനി വരുന്ന കാലത്ത് ലോകവുമായി ഇന്നത്തെ പോലെ നിമിഷം കൊണ്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പൊ അറേബ്യയിലെ ജനത അവിടെ തന്നെ നിൽക്കും. അല്പം കച്ചവടം, കുറച്ച് യുദ്ധം, അങ്ങനെയൊക്കെ അന്യദേശങ്ങളുമായി ബന്ധപ്പെടും. അങ്ങനെ ഓരോ പ്രദേശത്തും ക്രിസ്തുദേവൻ വരുന്ന കാലത്ത് പാലസ്തീനിന്റെ സ്ഥിതി അതായിരുന്നു. ബുദ്ധൻ വരുമ്പോൾ ഇവിടെ ഉത്തരഭാരതത്തിന്റെ നിലയും അതായിരുന്നു. ഇങ്ങനെ ഓരോ പ്രദേശത്തും ഈ ദൈവത്തിന്റെ സന്ദേശത്തിന്റെ വെളിച്ചം ചെറിയ സമൂഹങ്ങളിൽ പരക്കുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെയും 21-ാം നൂറ്റാണ്ടിന്റെയും കടമ ശാസ്ത്രം നമ്മെ ഒരു ഏകലോകത്തിൽ എത്തിച്ചപ്പോൾ ഈ ഏകലോകത്തിന്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി മതത്തിന്റെ ഈ ആത്മ സൗന്ദര്യത്തിന്റെ സന്ദേശം ലോകമെങ്ങുമുള്ള ജനതകളിൽ ഒരേപോലെ എത്തിക്കുക എന്നുള്ളതാണ്. ഖുറാനിൽ ഓരോ പേജും ഓരോ പുറവും ഈ മാനവികമായ സമത്വത്തിലൂടെ ദൈവികമായ ചൈതന്യത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു ജീവിത കഥ ഉണ്ടാക്കിയിരിക്കുകയാണ്. വാസ്തവത്തിൽ ഖുറാൻ മഹാതത്വങ്ങളുടെ ആഹാരമല്ല, നേരെ മറിച്ച് മഹത്തായ ജീവിത കഥകളുടെ ഒരു സമാഹാരമാണ്. അതിലെ ഏത് സന്ദർഭം നോക്കുമ്പോഴും അതിൽ ഈ മഹാനായ വ്യക്തിയുടെ ഏതോ ഒരു ജീവിത സന്ദർഭം, മധുരമായ ഭാവങ്ങൾ, കഠിനമായ ചുറ്റുപാടുകളോട് ഏറ്റുകൊണ്ട് ജീവിതത്തിന്റെ മാധുര്യത്തെ വിജയിപ്പിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുടനീളം കാണാൻ സാധിക്കും. അത് ഒരു മാനവ ജീവിത വിജയത്തിന്റെ ഒരു റെക്കോർഡാണ് ഇത്. തത്വങ്ങളെ ഉദ്ധരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പ്രയാസമാണ്. തത്വങ്ങൾ നമ്മളിൽ നിന്ന് എപ്പോഴും അകന്നു നിൽക്കും, നേരെ മറിച്ച് കഥ ഹൃദയത്തിൽ പ്രവേശിക്കും. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ തത്വങ്ങളെ ലോകത്തിലേക്ക് പ്രചരിപ്പിക്കുവാൻ ഫിർദൗസി തുടങ്ങിയിരിക്കുന്ന ഒരുപടി സാഹിത്യകാരന്മാർ പരിശ്രമിച്ചത്. അതിലൂടെ മനുഷ്യഹൃദയത്തിലേക്കുള്ള പാലങ്ങൾ പണിയുകയാണ് എല്ലാറ്റിൻ്റെയും. വേദവുമൊക്കെ ഒരുപടി തത്വം പറഞ്ഞു. പക്ഷെ മഹാഭാരതത്തിലെ കഥകൾ വ്യാസൻ എഴുതിയപ്പോഴാണ് അത് മനുഷ്യന്റെ അടുത്തേക്ക് എത്തുന്നത്. ദ കിങ് ഈസ് ഡെഡ്, ലോങ് ലിവ് ദ കിങ് എന്ന് പറയുന്ന ഒരു യുക്തിശൂന്യ രാഷ്ട്രമായിരുന്നു ബ്രിട്ടൻ. അങ്ങനെ ഈ രാജാക്കന്മാരെയൊക്കെയാണ് അവർ വാഴ്ത്തിയത്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നവർ പറഞ്ഞു. ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഷേക്സ്പിയർ ഉണ്ടാക്കിയതാണെന്നും അവിടുത്തെ ഈ പൊട്ട രാജാക്കന്മാരുണ്ടാക്കിയതല്ലെന്നും ഇംഗ്ലണ്ട് പല്ലുപോയ സിംഹമായി അമേരിക്കക്കാരന്റെ വാലാട്ടിക്കൊണ്ട് നടക്കുമ്പോൾ മാത്രമേ അവർക്കത് മനസ്സിലായുള്ളൂ. ഞാനിവിടെ ഈ 10,000 പേരുള്ള ഈ സദസ്സിൽ സംസാരിക്കുന്നത് ഒറ്റയടിക്ക് 10,000 പേരെ കാണാൻ എനിക്ക് വേറെ അവസരം കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ക്ഷണിച്ച നിങ്ങളോട് ഞാൻ കൃതജ്ഞത പറയുകയാണ് ചെയ്യുന്നത്. ഞാനിന്ന് രാവിലെ തൃശ്ശൂരിൽ ചങ്ങമ്പുഴ ഹാളിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ 10 ആളായിരുന്നു. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഞാൻ 10,000-നെ കാണുമ്പോൾ 10 കണ്ടതുകൊണ്ടുള്ള എൻ്റെ ഹൃദയ സങ്കോചം ആകാശം പോലെ വികസിച്ച് പുതിയ ഒരു ചൈതന്യം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അർത്ഥം പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് ആളുകളെ കൊന്നുകളയണമെന്നല്ല. പ്രായപൂർത്തി എത്തുന്നത് വരെ ഇവരെ വളർത്തി കൊണ്ടുവന്ന് ഇവരെ രാജ്യഭരണത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തീരുമാനമെടുക്കുന്ന ഒരു ബുദ്ധിവികാസത്തിൽ എത്തിച്ച് അവരെ രാഷ്ട്രത്തിന്റെ ഭാവി ഭരണകർത്താക്കളാക്കുക എന്നുള്ളതാണ്. അല്ലാതെ 18 വയസ്സ് എത്തുന്നതിന് മുമ്പ് ഇവനെ നശിപ്പിക്കണം എന്നല്ല അതിന്റെ അർത്ഥം. 18 വയസ്സ് വരെ ഇവനെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കുന്നുള്ള മട്ടിൽ ഇവനെ വളർത്തിക്കൊണ്ടുവരണം എന്നാണ്. അതാണ് MSFന്റെ മുദ്രാവാക്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഈ 18 വരെയുള്ള കുട്ടികളെ വളർത്തി
പിന്നീട് 81 വരെ അവനെ എത്തിച്ച് ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ തന്റെ മുതുകിൽ കയറ്റി നിർത്തുന്ന ഒരു വീരഭടനാക്കി മാറ്റുക എന്നത് നമ്മുടെ ഏറ്റവും വലിയ കടമയാണ്. ഇതാണ് അറിവിന്റെ പ്രയോജനം. ഇന്നത്തെ നമ്മുടെ അറിവ് ഉപയോഗിച്ച് ഈ പൊട്ടിപ്പോയ ചങ്ങലക്കണ്ണികളെ സംയോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. ഖുർആന്റെ ഉപദേശം, നീ നീലാകാശത്തെ നോക്കുക, അവിടെ നിരന്തരമായി ഭ്രമണം ചെയ്യുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ യാതൊരു അങ്കലാപ്പും കൂടാതെ ഈ നിയമത്തെ അനുസരിച്ചുകൊണ്ട് നിരന്തരം പ്രവർത്തിക്കുന്നു. ഈ ആകാശത്തിൽ നിന്ന് മേഘം വർഷിക്കുന്നു. അത് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഭൂമിക്കടിയിൽ വിത്തുകൾ നിന്ന് ഈ വെള്ളം വീഴുമ്പോഴേക്ക് ഈ വെള്ളം തന്നിരിക്കുന്ന ഈ ചൈതന്യത്തിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് ഇലകൾ പതുക്കെ കൂമ്പി നിന്ന് ആകാശത്തോട് സംസാരിക്കുകയാണ്. അല്ലയോ മനുഷ്യ, നീ ഈ ദിവ്യഭാഷ മനസ്സിലാക്കാത്ത മൂഢനായി പോയോ എന്നാണ് പണ്ട് അടൂർ ഭാസി പറഞ്ഞു. നമ്മളൊക്കെ വിദ്യ പഠിക്കുക എന്നാണ്. പക്ഷെ വിദ്യാഭ്യാസം വന്നതോടുകൂടെ വിദ്യാഭ്യാസം പഠിക്കലായി. അതുകൊണ്ടാണ് വിദ്യ നഷ്ടപ്പെടുന്നത്. വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ അഭ്യാസം കൂടുകയും വിദ്യ കുറയുകയും ചെയ്യുന്നു. അതാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്താണോ വിദ്യാഭ്യാസത്തിന്റെ ഉപകരണം എന്താണോ അത് വിദ്യാഭ്യാസമാണെന്ന് കരുതുന്ന ഒരു ബുദ്ധിശൂന്യത നാടുവാഴുകയാണ്. ഒരു കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്ന് ഇന്ന് രക്ഷിതാക്കൾ ആരും പറയില്ല. അവൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോകുന്നു എന്നാ പറയാ. അറിവിന്റെ മേഖലയിൽ അധിനിവേശത്തെ, കൊളോണിയൽ ശക്തികളെ തൂത്തെറിയാൻ നമുക്ക് ഒട്ടും തന്നെ സാധിച്ചിട്ടില്ല എന്ന് വേണം കരുതാൻ. അതിനുള്ള പരിശ്രമങ്ങൾ ഗാന്ധിയിൽ നിന്ന്, അതിൻ്റെ പരിശ്രമങ്ങൾ അനേക ബൗദ്ധിക സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് ലഭ്യമാണ്. പക്ഷേ അറിവിന്റെ മേഖലയിലുള്ള അപകോളനീകരണം എന്നുള്ളത് ഇനിയും സാധ്യമാകാനിരിക്കുന്ന ഒരു സംഗതിയാണ്. ആ മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും കോളനി വിമുക്തമായ സ്ഥിതിവിശേഷത്തിന് വേണ്ടിയാണ് നാം അറിവിന്റെ മേഖലയിലുള്ള അന്വേഷണം, ഇതുപോലുള്ള ചടങ്ങുകളിലൂടെയുള്ള അന്വേഷണം നടത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലേക്കും വിശുദ്ധ ഗ്രന്ഥമടക്കം എല്ലാറ്റിലേക്കും തിരിഞ്ഞു നോക്കുകയും ചെയ്യുമ്പോഴുണ്ടാവുന്ന ആ ഒരു സ്ഫുരണമുണ്ടല്ലോ, ഈ ട്രഡീഷനും മോഡേണിറ്റിയും കൂടെ വരുമ്പോൾ ഉണ്ടാവുന്ന വലിയ ഒരു അറിവിന്റെ, അത് വെറും സങ്കരമല്ല, അത് പുതുതായി സൃഷ്ടിക്കപ്പെടുന്ന അറിവാണ്. അത് നമുക്കിന്ന് ഏറ്റവും പ്രയോജനകരമാണ്. ഇസ്ലാമിന് അറിവിന്റെയും സംസ്കാരത്തിന്റെയും ചിന്തകളുടെയും വലിയ ഒരു പാരമ്പര്യം ഉണ്ട് എന്ന് ഇന്ന് തെളിച്ചത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുകയാണ്. This modern type of knowledge claims to be